ഹായ്, അങ്ങനെ 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പലൈൻ കണ്ടപ്പോഴും നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. സോ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ആവണതിന് മുമ്പ് ഞാൻ ഷോപ്പിങ്ങും ഹെയർ കട്ടും ചെയ്യണതിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. ഹെയർ കട്ട് ചെയ്തത് വേറൊരു ദിവസവും ഷോപ്പിങ്ങിൻ്റെ വേറൊരു ദിവസമായിരുന്നു. ഞാൻ കാലിക്കറ്റുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഹെയർ കട്ട് ചെയ്തത്. ഞാൻ ആ ഹെയർ കട്ട് സലൂണിൽ എത്തണ വരെ നല്ല കൺഫ്യൂസ് ആയിരുന്നു. വെട്ടണോ വേണ്ടത്, നല്ല ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1 hour എന്തോ പിടിച്ച് ഈ ഹെയർ കട്ടൊക്കെ കഴിയാനായിട്ട് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഇവരൊരു പ്രോസസ്സ് ചെയ്യുന്നതോറും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹെയർ സലോണിൽ നിന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അവിടെ നിന്ന് വെട്ടണേ കൂടുതൽ ഇഷ്ടം. ഇതെനിക്ക് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് വെട്ടണേൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഷോർട്ടാക്കണ്ടായിരുന്നു. ആദ്യം ഷോർട്ടാക്കാന്നാണ് വിചാരിച്ചത്, പിന്നെ വേണ്ട കയ്യിൽ നിന്ന് പോയാലാന്ന് വെച്ചിട്ട് ഞാൻ അധികം ഷോർട്ടാക്കണ്ടെന്നാണ് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കണതാണ് എന്ത് കോഴ്സാണ് പഠിക്കണത് എന്താണെന്നൊക്കെ. എല്ലാ വിവരവും നിങ്ങൾക്ക് അടുത്ത വ്ളോഗിലല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേലും മനസ്സിലാവും. കാരണം അതിനുള്ള ചെറിയ ചെറിയ ക്ലൂ ഒക്കെ ഉണ്ട് ആ ഷോപ്പിങ്ങിൽ. മേ ബി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. പിന്നെ കുറേ പേര് ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു ഏത് ഹെയർ കട്ടാണെന്ന്. സോ ഞാൻ കട്ട് ചെയ്തേക്കണത് ലെയർ കട്ടാണ് കേട്ടോ. ഒരുപാട് ലെയേഴ്സ് ഒന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് റിഗ്രറ്റ് അടിക്കില്ല. അധികം ലെയേഴ്സ് ഒക്കെ ഉള്ളതാണ് ഏറ്റവും രസം. ഫൈനൽ ലുക്ക് എത്തിയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച ഏകദേശം ഒരു സംഭവം കിട്ടിയായിരുന്നു കേട്ടോ ഹെയർ. ബട്ട് ഞാൻ ഈ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അന്ന് കുഴപ്പമില്ലായിരുന്നു, പിറ്റേന്ന് എനിക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു. നോർമൽ എനിക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പ്രഹസനമാണ്. പക്ഷെ ഇതെനിക്ക് എന്തോ അത്രക്ക് തോന്നുന്നില്ല, അത്രക്ക് പ്രഹസനിക്കാൻ മാത്രം വലിയ ചേഞ്ച് വന്നില്ല. അവർ വെട്ടിയതൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല. അവർക്ക് ഞാൻ അധികം റെഫറൻസ് കാണിച്ചില്ല. ഞാൻ അവരോട് അവരുടെ ഐഡിയ ചെയ്തോളൂ പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സംഭവം തോന്നിയായിരുന്നു. സോ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയണത്. ഇങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്തിട്ടേക്കണ. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയുമാണ്. നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാക്സിമം ലെയേഴ്സ് ഇട്ട് ചെയ്യുക. ആൻഡ് എനിക്ക് ഈ ഒരു ചേച്ചിയാണ് ഹെയർ കട്ട് ചെയ്തെന്നേക്കണം. സോ ഹെയർ കട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഡേ 2 എന്ന് പറയുന്നത് മിനി ഷോപ്പിംഗ് ആണ്. അതും നമ്മുടെ SM സ്ട്രീറ്റിൽ നിന്നായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടാണ് പോയേക്കണത്. റീൽസിലൊക്കെ കാണുന്ന ഈ 10 രൂപയുടെ 30 രൂപയുടെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിന്നാണ് പോയത്. ഈ ക്ലിപ്പും ഈ സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലൂ കിട്ടിയിട്ടുണ്ടാവും ഈ ഇത്രയും സാധനം വാങ്ങാനാണ് ഇത്രയും വലിയ കൊട്ടാട്ട. പിന്നെ ഞാൻ വിചാരിച്ച ഒരു ലിപ് ബാമും കൂടെ വാങ്ങാമെന്ന്. പിന്നെ എനിക്ക് ചിരി വന്നിരുന്നു. കാരണം ഇത്ര വലിയ കൊട്ടയിലാകിയ 4-5 സാധനമുണ്ട്. ഈ ഷോപ്പിലാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. കോസ്മെറ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജ്വല്ലറി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ എല്ലാം ഉണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ. അല്ലെങ്കിൽ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോയി നോക്കണം. കാരണം അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാത്തിനും. ഞാൻ SM സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് SM സ്ട്രീറ്റ് കറങ്ങാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ കാര്യങ്ങളൊന്നും. പക്ഷേ ഇവിടായിട്ട് പോയതിനു ശേഷം ഇവിടെ മിക്ക സ്ഥലങ്ങളും കാണിച്ചു തന്നായിരുന്നു എനിക്ക്. നല്ല വിലക്കുറവിൽ കിട്ടുന്ന കടകൾ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഇവരുടെ കടൻ്റെ പൊക്കത്ത് തന്നെ ബാഗിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയായിരുന്നു, ചെറുതായിട്ട് ലെങ്ത് കൂടിയ പോലെ. അതെൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ വിചാരിച്ചു അവളുടെ കിടക്കണ ആ ബാഗ് എടുക്കാൻ. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അതാകുമ്പോൾ കറക്റ്റാണ്. അങ്ങനെ ആ ബാഗൊക്കെ എടുത്തായിരുന്നു. എനിക്ക് ആ ബാഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. 350 ആയിരുന്നു. 300-ന് അവർ തന്നായിരുന്നു. പിന്നെ ഈ ഒരു കളറൊക്കെ ഇടില്ല കളറാണല്ലോ, ഇപ്പോൾ വയറിലും കൂടെ അയക്കണ കളറാണല്ലോ. പിന്നെ അതിനുശേഷം എന്നെ ഇവിടെ കൊണ്ടുപോയത് സൺഡേ മാർക്കറ്റ് അങ്ങനെ എന്തോ സ്ഥലത്തേക്കായിരുന്നു. ഓരോ സ്ഥലം എനിക്ക് അവൾ കാണിക്കാൻ കൊണ്ടുപോയതാണ്. പക്ഷേ ഈ ചേച്ചിൻ്റെ ഈ കൊട്ടാന്ന് എന്തെങ്കിലും എടുക്കാനായിട്ട് ഞാൻ പെട്ടുപോയി. കൊണ്ടാരം നൈസായിട്ട് ഞാൻ ആ കൊട്ട അവിടെ വെച്ചിട്ട് മെല്ലെ ആ സൈഡിൽ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. വായിലെ വെള്ളമൊക്കെ വറ്റി. നമുക്ക് നല്ല വെള്ളം കുടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച് വേറെ എന്തെങ്കിലും കടയിലും കൂടെ കയറിയിട്ട് പോവാന്ന്. അങ്ങനെ സർപ്ലസിൽ പോയി. സാധാ സർപ്ലസിൽ പോകുമ്പോൾ റെയർ ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ നല്ല ഡ്രസ്സ്. പക്ഷെ അവിടെ മിക്ക നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ബ്രൗൺ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഇട്ടിട്ട് വലിയ ചേർച്ചില്ലാത്ത പോലെ തോന്നി. പക്ഷെ അവൾ ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അത് അവൾ എടുത്തായിരുന്നു. പിന്നെ 1-2 ഡ്രസ്സ് ഇട്ട് നോക്കി. ഈ ബ്ലൂ കണ്ട ഇതൊക്കെ ഞാൻ ഇട്ട് നോക്കിയായിരുന്നു. പക്ഷെ എടുത്തില്ല. എൻ്റെ ബ്ലൂ ഓൾറെഡി. അങ്ങനെ ഞാൻ വേറെ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ലൈം കുടിക്കാനായിട്ടാണ് പോയത്. എൻ്റെ പൊന്നു മോനെ, ഫസ്റ്റത്തെ ലൈം വായിൽ അങ്ങോട്ട് വെച്ചപ്പുണ്ടല്ല സ്വർഗം കണ്ട്. കാരണം വാഹിലെ വെള്ളം വറ്റിയിരിക്കണായിരുന്നു. നല്ല ചൂടത്ത് നല്ല തണുപ്പ് ലൈം കുടിക്കണം. എൻ്റെ പൊന്നു, ഞാനങ്ങനെ ലൈം കുടിക്കണ ആളെയല്ല. പക്ഷെ എനിക്ക് ദാഹം കൊണ്ട് ഞാൻ കുടിച്ചു പോയി വേണ്ട. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ SM സ്ട്രീറ്റിൻ്റെ പുറത്ത് തന്നെ പോയിരുന്നിട്ട് പുറത്ത് ഇങ്ങനെ കുറേ പേര് ഇരിക്കണ ഒരു ഇതില്ലേ, അവിടെ പോയി കുറച്ചേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ഓട്ടോ കയറിയിട്ട് ഞാൻ ഹോസ്റ്റലിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. ഇനി ഒന്നും എനിക്ക് വാങ്ങാനില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഷൂ ഒക്കെ വാങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടാ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ മാക്സിമം വീക്ക്ലി 1 ലോങ് വീഡിയോ എങ്കിലും ഇടാൻ ട്രൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കാൻ പോകണമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.